ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്കൊന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടാലോ? ബിരിയാണി വേറെ ഒന്നുമല്ല, അതാ ഇവന്റെ സുന്നത്തായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ബിരിയാണി വിശേഷങ്ങൾ കാണാം. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഷെഫ്. ഇത് ഷെഫ് മാത്രമല്ല, എന്റെ മാമ കൂടിയാണ്. ഇതാണ് മെയിൻ ഷെഫ്. ഇതും എന്റെ മാമയാണ്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ടിനെ പോലെ തന്നെ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അരി കഴുകുക. അരി ഒരു 4 വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ടാണ് ഇടുന്നത്. ശ്രദ്ധിക്കുക, ഉപ്പിട്ട് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് അരി തട്ടിയിടേണ്ടത്. അരി അടുപ്പത്ത് ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ മൂട്ടിൽ നിന്ന് മാറാനേ പാടില്ല, കാരണം പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. നമ്മൾ നമ്മുടെ മസാല 2 ചെമ്പിലോട്ടായിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഈ മസാലയിലോട്ട് നമ്മൾ കോരിക്കൊണ്ട് വരുന്ന ചോറ് ലെയർ ആയിട്ട് തട്ടിക്കൊടുക്കുക. അപ്പം ലെയർ ആയിട്ട് 2 ചെമ്പിലും കൂടി ചോറ് തട്ടിയതിന് ശേഷം മുകളിലായിട്ട് ക്യാരറ്റ്, തക്കാളി, പൈനാപ്പിൾ, ക്യാബേജ് അങ്ങനെ പല സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം തട്ടിയതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മൾ പനീരും കൂടി തളിച്ചിട്ട് നമ്മൾ ദം ചെയ്യാൻ പോവുക. അപ്പോൾ എൻ്റെ ഇതിലെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ടേസ്റ്റ് നോക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മളോട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ ബൈ.